നമുക്കിന്ന് പഠിക്കാനുള്ളത് ഡിഫറൻസ് ബിറ്റ്വീൻ CRO ആൻഡ് DSO ആണ്. CROയും DSOയും തമ്മിലുള്ള ഡിഫറൻസ് ആണ് നമ്മുടെ അടുത്ത ടോപ്പിക്ക്. അപ്പോൾ CRO എന്താ? CRO എന്ന് പറയുന്നത് കാഥോഡ് റേ ഓസിലോസ്കോപ്പ് ആണ്. CRO കാഥോഡ് റേ ഓസിലോസ്കോപ്പ് ആണ്. ഈ കാഥോഡ് റേ ഓസിലോസ്കോപ്പ് അനലോഗ് ഓസിലോസ്കോപ്പ് ആണ്. കാഥോഡ് റേ ഓസിലോസ്കോപ്പ് ഒരു അനലോഗ് ഓസിലോസ്കോപ്പ് ആണ്. ഈ അനലോഗ് ഓസിലോസ്കോപ്പിൽ സിഗ്നൽസ് സ്റ്റോർ ചെയ്യാൻ കഴിയില്ല. അപ്പം CRO എന്ന് പറയുന്നത് അനലോഗ് ഓസിലോസ്കോപ്പ് ആണ്. ഇതിൽ സിഗ്നൽസ് സ്റ്റോർ ചെയ്യാൻ കഴിയില്ല. കാരണം എന്താ? അതിന് മെമ്മറി ഇല്ല. അതേസമയം നമ്മൾ DSO നോക്കിയാൽ DSO എന്ന് പറയുന്നത് ഡിജിറ്റൽ സ്റ്റോറേജ് ഓസിലോസ്കോപ്പ് ആണ്. DSO എന്താണ്? ഡിജിറ്റൽ സ്റ്റോറേജ് ഓസിലോസ്കോപ്പ്. നമ്മൾ കഴിഞ്ഞ ദിവസം ബ്ലോക്ക് ഡയഗ്രം ഒക്കെ പഠിച്ചപ്പോൾ നമ്മൾ കണ്ടു ഡിജിറ്റൽ സ്റ്റോറേജ് ഓസിലോസ്കോപ്പ് ഇൻപുട്ടിൽ വരുന്ന സിഗ്നലിനെ ഡിജിറ്റലായിട്ട് കൺവേർട്ട് ചെയ്യും. ഡിജിറ്റലായിട്ട് കൺവേർട്ട് ചെയ്തിട്ട് അത് സ്റ്റോർ ചെയ്യുമെന്നൊക്കെ നമ്മൾ കണ്ടു. അപ്പം ഈ DSO എന്ന് പറയുന്നത് ഒരു ഡിജിറ്റൽ ഓസിലോസ്കോപ്പ് ആണ്. DSO എന്താണ്? ഡിജിറ്റൽ ഓസിലോസ്കോപ്പ് ആണ്. DSOയ്ക്ക് സിഗ്നൽസ് ഡിജിറ്റലി അനലൈസ് ചെയ്യാനും സ്റ്റോർ ചെയ്യാനും കഴിയും. അപ്പം DSO ഡിജിറ്റൽ ഓസിലോസ്കോപ്പാന്ന് പറഞ്ഞു. DSOയ്ക്ക് സിഗ്നൽസിനെ ഡിജിറ്റലായിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും. ഈ ഡിജിറ്റൽ സിഗ്നൽസിനെ അനലൈസ് ചെയ്യാനും സ്റ്റോർ ചെയ്യാനും സാധിക്കും. സോ DSOയ്ക്ക് മെമ്മറി ഉണ്ട്. അപ്പോൾ നമ്മൾ ഇതുവരെ പറഞ്ഞ പോയിൻറ്റ്സ് ഏതൊക്കെയാണ്? CRO എന്ന് പറയുന്നത് കാഥോഡ് റേ ഓസിലോസ്കോപ്പ് ആണ്. ഇതൊരു അനലോഗ് ഓസിലേറ്റർ ആണ്. ഇതിനകത്ത് സിഗ്നൽസ് ഡിസ്പ്ലേ ചെയ്യാൻ മാത്രമേ പറ്റുള്ളൂ. സിഗ്നൽസിനെ സ്റ്റോർ ചെയ്യാൻ പറ്റത്തില്ല. ഇതിന് മെമ്മറി ഇല്ല. അതേസമയം DSO എന്ന് പറയുന്നത് ഡിജിറ്റൽ സ്റ്റോറേജ് ഓസിലോസ്കോപ്പ് ആണ്. നമുക്കറിയാം സിഗ്നൽസിനെ ഡിജിറ്റലായിട്ട് കൺവേർട്ട് ചെയ്യും. സോ ഇതൊരു ഡിജിറ്റൽ ഓസിലോസ്കോപ്പ് ആണ്. ഡിജിറ്റൽ ഓസിലോസ്കോപ്പ് ആയതുകൊണ്ട് തന്നെ ഇതിന് സിഗ്നൽസിനെ ഡിജിറ്റലി അനലൈസ് ചെയ്യാനും സ്റ്റോർ ചെയ്യാനും സാധിക്കും. അപ്പോൾ ഇതിന് സിഗ്നൽസിനെ സ്റ്റോർ ചെയ്ത് വെക്കാൻ മെമ്മറി ഉണ്ട്. പിന്നെ എപ്പോഴാണോ നമുക്ക് കാണേണ്ടത് അപ്പം മെമ്മറിയിൽ നിന്ന് ഫെച്ച് ചെയ്തിട്ട് ഇത് ഡിസ്പ്ലേ ചെയ്യുന്നുണ്ട്. അടുത്ത ഡിഫറൻസ് നമുക്ക് പറയാനുള്ളത് CROയ്ക്ക് USB പോർട്ട് ഇല്ല. CROയ്ക്ക് USB പോർട്ട് ഇല്ല. USB പോർട്ട് ഇല്ലാത്തതുകൊണ്ടുള്ള കുഴപ്പം എന്താ? CROയ്ക്ക് USB പോർട്ട് ഇല്ലാത്തതുകൊണ്ട് കമ്പ്യൂട്ടറോ പ്രിൻ്ററോ അറ്റാച്ച് ചെയ്യാൻ സാധിക്കില്ല. അപ്പം CROയ്ക്ക് USB പോർട്ട് ഇല്ല. USB പോർട്ട് ഇല്ലാത്തതുകൊണ്ട് കമ്പ്യൂട്ടറോ പ്രിൻ്ററോ അറ്റാച്ച് ചെയ്യാൻ സാധിക്കില്ല. എന്നാൽ DSOയ്ക്ക് USB പോർട്ട് ഉണ്ട്. DSOയ്ക്ക് USB പോർട്ട് ഉണ്ട്. അതുകൊണ്ട് കമ്പ്യൂട്ടറും പ്രിൻ്ററുമൊക്കെ ഇതുമായിട്ട് അറ്റാച്ച് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ രണ്ടാമത്തെ സെറ്റ് ഡിഫറൻസ് നമ്മൾ പറയുന്നത് CROയ്ക്ക് USB പോർട്ട് ഇല്ല. അതുകൊണ്ട് കമ്പ്യൂട്ടറോ പ്രിൻ്ററോ അറ്റാച്ച് ചെയ്യാൻ സാധിക്കില്ല. എന്നാൽ DSOയ്ക്ക് USB പോർട്ട് ഉണ്ട്. അതുകൊണ്ട് തന്നെ കമ്പ്യൂട്ടർ, പ്രിൻ്റർ ഇതൊക്കെ അറ്റാച്ച് ചെയ്യാൻ സാധിക്കും. CRO വെച്ച് നമുക്കൊരു വേവ് ഫോമിൻ്റെ പ്രോപ്പർട്ടീസ് മെഷർ ചെയ്യാൻ സാധിക്കും. CRO യൂസ് ചെയ്തുകൊണ്ട് നമുക്കൊരു വേവ് ഫോമിൻ്റെ പ്രോപ്പർട്ടീസ് മെഷർ ചെയ്യാം. എന്നാൽ ഈ പ്രോപ്പർട്ടീസ് ഡിസ്പ്ലേ ചെയ്യാൻ സാധിക്കില്ല. വേവ് ഫോം അങ്ങനെ ഡിസ്പ്ലേ ചെയ്യാം, വേവ് ഫോമിൻ്റെ പ്രോപ്പർട്ടീസ് മെഷർ ചെയ്യാം. എന്നാൽ നമുക്ക് ഈ പ്രോപ്പർട്ടീസ് ഒരിക്കലും ഡിസ്പ്ലേ ചെയ്യാൻ സാധിക്കില്ല. എന്നാൽ DSOയിലാണെങ്കിൽ വേവ് ഫോമിൻ്റെ പ്രോപ്പർട്ടീസ് മെഷർ ചെയ്യാൻ സാധിക്കും, അത് ഡിസ്പ്ലേ ചെയ്യാനും സാധിക്കും. അപ്പം CRO വെച്ച് വേവ് ഫോമിൻ്റെ പ്രോപ്പർട്ടീസ് മെഷർ ചെയ്യാൻ പറ്റും, പക്ഷേ ഡിസ്പ്ലേ ചെയ്യാൻ സാധിക്കില്ല. എന്നാൽ DSOയിലാണെങ്കിൽ വേവ് ഫോമിൻ്റെ പ്രോപ്പർട്ടീസ് മെഷർ ചെയ്യാം, അതുപോലെ തന്നെ ഡിസ്പ്ലേ ചെയ്യാനും സാധിക്കും. ഇപ്പോൾ നമ്മൾ 3 സെറ്റ് ഡിഫറൻസാണ് പറഞ്ഞത്. CRO എന്ന് പറഞ്ഞാൽ കാഥോഡ് റേ ഓസിലോസ്കോപ്പാന്ന് പറഞ്ഞു, അത് അനലോഗാന്ന് പറഞ്ഞു, അതിന് മെമ്മറി ഇല്ലെന്ന് പറഞ്ഞു. രണ്ടാമത്തെ DSO എന്ന് പറയുന്നത് ഡിജിറ്റൽ സ്റ്റോറേജ് ഓസിലോസ്കോപ്പാന്ന് പറഞ്ഞു, അത് ഡിജിറ്റലാന്ന് പറഞ്ഞു, ഇതിന് മെമ്മറി ഉണ്ടെന്ന് പറഞ്ഞു. പിന്നെ പറഞ്ഞത് CROയ്ക്ക് USB പോർട്ട് ഇല്ല. USB പോർട്ട് ഇല്ലാത്തതുകൊണ്ട് തന്നെ കമ്പ്യൂട്ടറോ പ്രിൻ്ററോ അറ്റാച്ച് ചെയ്യാൻ സാധിക്കില്ലെന്ന് പറഞ്ഞു. എന്നാൽ DSO എന്ന് പറയുന്നതിന് USB പോർട്ട് ഉണ്ട്. USB പോർട്ട് ഉള്ളതുകൊണ്ട് ഇതിലേക്ക് കമ്പ്യൂട്ടറും പ്രിൻ്ററും അറ്റാച്ച് ചെയ്യാൻ സാധിക്കും. CRO വെച്ച് ഒരു വേവ് ഫോമിൻ്റെ പ്രോപ്പർട്ടീസ് മെഷർ ചെയ്യാൻ സാധിക്കും, എന്നാൽ അത് ഡിസ്പ്ലേ ചെയ്യാൻ സാധിക്കില്ല. DSO ആണെങ്കിലോ വേവ് ഫോമിൻ്റെ പ്രോപ്പർട്ടീസ് മെഷർ ചെയ്യാനും സാധിക്കും, ഡിസ്പ്ലേ ചെയ്യാനും സാധിക്കും. ഇനി നമുക്ക് പറയാനുള്ളത് CROയ്ക്ക് സ്പീഡും ബാൻഡ് വിഡ്ത്തും കൂടുതലാണ്. CROയ്ക്ക് സ്പീഡും ബാൻഡ് വിഡ്ത്തും കൂടുതലാണ്. DSOയ്ക്ക് ലോവർ ബാൻഡ് വിഡ്ത്ത് ആണ്, ലിമിറ്റഡ് സ്പീഡാണ്. CROയ്ക്ക് സ്പീഡ് ബാൻഡ് വിഡ്ത്ത് കൂടുതലാണ്. DSOയ്ക്ക് ലോവർ ബാൻഡ് വിഡ്ത്ത് ആണ്, ലിമിറ്റഡ് സ്പീഡ് ആയിരിക്കും. CROയിൽ കാഥോഡ് റേ ട്യൂബാണ് യൂസ് ചെയ്യുന്നത്. CROയിൽ ഏതാ ഉള്ളത്? കാഥോഡ് റേ ട്യൂബാണ്. എന്നാൽ DSOയിൽ LCD ഫ്ലാറ്റ് പാനൽ ഡിസ്പ്ലേ ആണ്. DSOയിൽ LCD ഫ്ലാറ്റ് പാനൽ ഡിസ്പ്ലേ ആണ് ഇപ്പോൾ വരുന്നത്. CROയിൽ കാഥോഡ് റേ ട്യൂബാണ്.
ഇനി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ സി ആർ ഒയിൽ ടൈം ബേസ് ജനറേറ്റ് ചെയ്യുന്ന ആരാണ്? സി ആർ ഒയിൽ ടൈം ബേസ് ജനറേറ്റ് ചെയ്യുന്നത് റാമ്പ് സർക്യൂട്ടാണ്. സി ആർ ഒയിൽ ടൈം ബേസ് ജനറേറ്റ് ചെയ്യുന്നത് റാമ്പ് സർക്യൂട്ടാണ്. അതുകൊണ്ട് തന്നെ സ്റ്റെബിലിറ്റിയും ആക്യുറസിയും കുറവായിരിക്കും. സി ആർ ഒയിൽ ടൈം ബേസ് ജനറേറ്റ് ചെയ്യുന്നത് റാമ്പ് സർക്യൂട്ടാണ്. അതുകൊണ്ട് സ്റ്റെബിലിറ്റിയും ആക്യുറസിയും കുറവാണ്. ഡി എസ് ഒയിലോ? ഡി എസ് ഒയിൽ ടൈം ബേസ് ജനറേറ്റ് ചെയ്യുന്നത് ക്രിസ്റ്റൽ ക്ലോക്കാണ്. ഡി എസ് ഒയിൽ ടൈം ബേസ് ജനറേറ്റ് ചെയ്യുന്നത് ക്രിസ്റ്റൽ ക്ലോക്കാണ്. അതുകൊണ്ട് സ്റ്റേബിളാണ്, ആക്യുറേറ്റ് ആണ്. കൂടുതൽ സ്റ്റേബിളും ആക്യുറേറ്റും ആയിരിക്കും. അപ്പോൾ സി ആർ ഒയിൽ ടൈം ബേസ് ജനറേറ്റ് ചെയ്യുന്ന ആരാണ്? സി ആർ ഒയിൽ റാമ്പ് സർക്യൂട്ടാണ് ടൈം ബേസ് ജനറേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് സ്റ്റെബിലിറ്റി, ആക്യുറസി കുറവാണ്. ഡി എസ് ഒയിൽ ക്രിസ്റ്റൽ ക്ലോക്കാണ് ടൈം ബേസ് ജനറേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് കൂടുതൽ സ്റ്റേബിളും ആക്യുറേറ്റും ആയിരിക്കും ഡി എസ് ഒ. സി ആർ ഒയിൽ സ്റ്റോറേജ് സിസ്റ്റം ഇല്ല. സി ആർ ഒയിൽ സ്റ്റോറേജ് സിസ്റ്റം ഇല്ല. അതുകൊണ്ട് ഡേറ്റ ആർച്ചീവ് ചെയ്യാൻ നമുക്ക് സാധിക്കില്ല. എന്നാൽ ഡി എസ് ഒയിൽ സ്റ്റോറേജ് മെമ്മറി ഉണ്ട്. അതുകൊണ്ട് തന്നെ ഡേറ്റ ആർച്ചീവ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇത്രയാണ് നമുക്ക് സി ആർ ഒയുടെയും ഡി എസ് ഒയുടെയും ഡിഫറൻസ് പറയാനുള്ളത്. ആദ്യത്തെ സെറ്റ് നമ്മളൊന്ന് റിവൈസ് ചെയ്താണ്. ലാസ്റ്റത്തെ സെറ്റ് നമുക്കൊന്നുകൂടെ പറയാം. സി ആർ ഒയ്ക്ക് സ്പീഡ് ആൻഡ് ബാൻഡ് വിഡ്ത്ത് കൂടുതലാണ്. ഡി എസ് ഒയ്ക്ക് സ്പീഡ് ആൻഡ് ബാൻഡ് വിഡ്ത്ത് കുറവാണ്. ലിമിറ്റഡ് സ്പീഡാണ്, ബാൻഡ് വിഡ്ത്ത് കുറവാണ്. സി ആർ ഒയ്ക്ക് കാഥോഡ് റേ ട്യൂബാണുള്ളത്. എന്നാൽ ഡി എസ് ഒയിലോ എൽ സി ഡി ഫ്ലാറ്റ് പാനൽ ഡിസ്പ്ലേ ആണ്. സി ആർ ഒയിൽ ടൈം ബേസ് ജനറേറ്റ് ചെയ്യുന്നത് റാമ്പ് സർക്യൂട്ടാണ്. അതുകൊണ്ട് സ്റ്റെബിലിറ്റിയും ആക്യുറസിയും കുറവാണ്. ഡി എസ് ഒയിൽ ടൈം ബേസ് ജനറേറ്റ് ചെയ്യുന്നത് ക്രിസ്റ്റൽ ക്ലോക്കാണ്. ഡി എസ് ഒ കൂടുതൽ സ്റ്റേബിളുമാണ്, ആക്യുറേറ്റുമാണ്. സി ആർ ഒയിൽ സ്റ്റോറേജ് സിസ്റ്റം ഇല്ല. അതുകൊണ്ട് ഡേറ്റ സ്റ്റോർ ചെയ്ത് വെക്കാൻ സാധിക്കില്ല. എന്നാൽ ഡി എസ് ഒയിലോ സ്റ്റോറേജ് മെമ്മറി ഉണ്ട്, സ്റ്റോറേജ് സിസ്റ്റം ഉണ്ട്. അതുകൊണ്ട് തന്നെ ഡേറ്റ സ്റ്റോർ ചെയ്ത് വെക്കാൻ സാധിക്കും. ഇത്രയുമാണ് സി ആർ ഒയുടെയും ഡി എസ് ഒയുടെയും ഡിഫറൻസ് എന്ന് പറയുന്നത്. താങ്ക്